അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂഫിസത്തിന് പല നിർവചനങ്ങൾ പല പണ്ഡിതാക്കളും സൂഫിവര്യന്മാരും നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇസ്ലാമിക വിശ്വാസത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ആന്തരിക സ്പന്ദനവും ശാക്തീകരണവുമാണ് തസവുഫ് അഥവാ സൂഫിസം എന്ന് പറയുന്നത്. മാത്രമല്ല ഇസ്ലാമിലെ ഇൽമുൽ കലാം, ഫിഖ് തുടങ്ങിയ പല പഠനശാഖകളും വികസിക്കുന്നതും പേരുറപ്പിക്കുന്നതും പിൽക്കാലത്താണ്. അപ്രകാരം തന്നെ ഒരു പഠന പ്രസ്ഥാന ശാഖയായി വികസിച്ചപ്പോഴാണ് തസവുഫും അഥവാ സൂഫിസവും പേരുറപ്പിക്കുന്നത്. തസവുഫിന് സൂഫിസം എന്ന പേര് ലഭിക്കുന്നതും പിൽക്കാലത്താണ്. പക്ഷേ അതിൻ്റെ മൂലവേരുകൾ പ്രവാചകന്റെ കാലത്തോളം എത്തി നിൽക്കുന്നു. മക്കയിലെ മലീമസമായ ചുറ്റുപാടുകളിൽ നിന്ന് മാറി ഹൃദയത്തെ സുഡീകരിക്കാൻ പ്രവാചകൻ തിരഞ്ഞെടുത്ത പ്രഥമ മാർഗം ധ്യാനമായിരുന്നു. ഹിറാ ഗുഹ സാക്ഷിയായി തസവുഫിൻ രൂപമായി തിരുദൂതർ നൽകിയേ ഹിദായത്താക്കിയേ. ഹിറാ ഗുഹ സാക്ഷിയായി തസവുഫിൻ രൂപമായി തിരുദൂതർ നൽകിയേ ഹിദായത്താക്കിയേ. ആനന്ദം റബ്ബിലായി സ്തുതികൾ ഓതിയേ. ജിബ്രീലെന്ന് വഹിയോതി എത്തി മുമ്പിലായി. ആനന്ദം റബ്ബിലായി സ്തുതികൾ ഓതിയേ. ജിബ്രീലെന്ന് വഹിയോതി എത്തി മുമ്പിലായി. ഹിറാ ഗുഹ സാക്ഷിയായി തസവുഫ് രൂപമായി തിരുദൂതർ നൽകിയേ ഹിദായത്താക്കിയേ. ഹിറാ ഗുഹ സാക്ഷിയായി തസവുഫ് രൂപമായി തിരുദൂതർ നൽകിയേ ഹിദായത്താക്കിയേ. അസൂഫിയു മൻ സഫാ ഖൽബഹു എന്നാണ് യഥാർത്ഥത്തിൽ സൂഫിയാക്കളെ കുറിച്ച് പറയുന്നത്. അവരുടെ ഹൃദയം തെളിഞ്ഞിരിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ഇക്കാലത്തുള്ള മാത്രമല്ല സൂഫിയാക്കളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവർ അള്ളാഹുവുമായിട്ട് അടുക്കുകയും ഈ ദുനിയാവോ അല്ലെങ്കിൽ ഭൗതികപരമായ ഒരു കാര്യത്തിലൂടെ ഇടപഴകാതെ അള്ളാഹുവിനെ അറിയാനും അവൻ്റെ സൃഷ്ടികളായ അജായിബുകളായ സൃഷ്ടികളിലേക്ക് നോക്കുവാനും അത് മുഖേന അള്ളാഹു തആല അറിയുവാനുമാണ് ഇക്കാലത്തെ ഈ യഥാർത്ഥത്തിൽ സൂഫിയാക്കൾ അവരുടെ ജീവിതം നടത്തിക്കൊണ്ടുപോകുന്നത്. ഖുർആനിൽ തന്നെ പലതവണ പറയുന്നുണ്ടല്ലോ അള്ളാഹു തആലയുടെ സൃഷ്ടികളിലെ അറിയാനൊക്കെ. അതേപോലെ തന്നെ ഖുർആനിൽ പറയുന്ന നാല് കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കാൻ പറയുന്നുണ്ട്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിഅത് വ ഇലൽ ജിബാലി കൈഫ നുസിബത് വ ഇലൽ അർളി കൈഫ സുത്തിഹത് എന്ന് പറയുന്നുണ്ട്. ഈ നാല് കാര്യങ്ങളിലേക്ക് ഒട്ടകങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, എങ്ങനെയാണ് ഇതിനെ സൃഷ്ടിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഒട്ടകം എന്നുള്ളത് വലിയൊരു അത്ഭുതകരമായ ഒരു ജീവിയാണ്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും എടുത്തു നോക്കിയാലും വ്യത്യസ്തമായ അത്ഭുതങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വ ഇലസ് സമാഇ കൈഫ റുഫിഅത്, എങ്ങനെയാണ് ആകാശങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, എങ്ങനെയാണ് അതിനെ ഉയർത്തപ്പെട്ടത്. ഒരു താങ്ങും ഒരു തൂണും ഒന്നുമില്ലാതെ ഈ ആകാശത്ത് എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത്, അതിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ. പിന്നെ ശേഷം പറയുന്നുണ്ട് വഇലൽ ജിബാലി കൈഫ നുസിബത്, എങ്ങനെയാണ് പർവ്വതങ്ങൾ പർവ്വതങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, ഏത് രൂപത്തെയാണ് അതിനെ നാട്ടപ്പെട്ടിട്ടുള്ളത്. അവസാനം പറയുന്നുണ്ട് വഇലൽ അർളി കൈഫ സുത്തിഹത്, ഉരുണ്ട ഭൂമി മനുഷ്യന്റെ വിവിധ ആവശ്യങ്ങൾക്ക് മനുഷ്യനുമായി ബന്ധപ്പെട്ട് മറ്റ് ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ഉരുണ്ട ഭൂമിയെ ഏത് തരത്തിലാണ് അല്ലാഹു തആല എങ്ങനെയാണ് നിവർത്തപ്പെട്ടിട്ടുള്ളതെന്ന് ഖുർആനിൽ തന്നെ നമ്മൾ ഈ നാല് കാര്യങ്ങളിലേക്ക് നോക്കാൻ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളിലേക്ക് നോക്കിയിട്ടും അവനെ മനസ്സിലാക്കിയിട്ടുമാണ് സൂഫിയാക്കൾ യഥാർത്ഥത്തിൽ ജീവിച്ചിട്ടുള്ളത്. എന്നാൽ ഇക്കാലത്തെ ഈ കാലത്ത് നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ സൂഫിയാക്കൾ എന്ന് പല കള്ളത്തൊരീക്കത്തുകളിൽ നിന്നും ഉടലെടുത്ത ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സ് ശുദ്ധിയായ തെളിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ അഹങ്കാരവും വിദ്വേഷവും
മറ്റുള്ളവരെ അഹങ്കരിച്ചും അതുപോലെ വിദ്വേഷവുമെല്ലാം മറ്റുള്ളവരിലേക്ക് വിദ്വേഷമെല്ലാം ഉടലെടുത്തുകൊണ്ടായിരിക്കും അവരുടെ ജീവിതമൊക്കെ ചെലവഴിക്കുക. അത്തരത്തിലുള്ള സൂഫിയാക്കൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉടലെടുത്തിട്ടുണ്ട്. കള്ള സൂഫിയാക്കളായിട്ട് അവർ ഇക്കാലത്ത് യഥാർത്ഥത്തിൽ അവരെ അങ്ങനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ സൂഫിയാക്കളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞത് അള്ളാഹുവിലേക്ക് അടുക്കാനും മാത്രമല്ല വൈകേടത്തിലായിരിക്കുന്ന മനുഷ്യനെ സതുപദേശിച്ച് ചികിത്സ നടത്തുക, അതാണ് യഥാർത്ഥത്തിൽ സൂഫിയാക്കളുടെ അവരുടെ ലക്ഷ്യം എന്നുള്ളത്. വഴികേട് മറയാക്കി മാറ്റണ്ട, കളവാക്കി സുയിപ്പാക്കി തീർക്കണ്ട. വഴികേട് മറയാക്കി മാറ്റണ്ട, കളവാക്കി സുയിപ്പാക്കി തീർക്കണ്ട. അഹദായ റബ്ബിന്റെ പൊരു തേടി നേരിന്റെ സുഹൃതങ്ങൾ ദുനിയാവിൽ വിരിച്ചിടുക. അഹദായ റബ്ബിന്റെ പൊരു തേടി നേരിന്റെ സുഹൃതങ്ങൾ ദുനിയാവിൽ വിരിച്ചിടുക. വഴികേട് മറയാക്കി മാറ്റണ്ട, കളവാക്കി സ്വൈപ്പാക്കി തീർക്കണ്ട. വഴികേട് മറയാക്കി മാറ്റണ്ട, കളവാക്കി സ്വൈപ്പാക്കി തീർക്കണ്ട. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് അത്തരത്തിൽ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് അവനെ മാത്രം ലക്ഷ്യം വെച്ച് സൂഫി ധാരയിലൂടെ ഈമാനിനെയും ഇഹ്സാനിനെയും മനസ്സിൽ തറപ്പിച്ച് നിലനിർത്തിയവരായിരുന്നു മഹാനായ ശൈഖ് ജീലാനി അവറുകൾ. ഒരിക്കൽ മഹാനവറുകൾ നോമ്പനുഷ്ഠിച്ച് നടക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ നിന്ന് ഒരു വിളിയാളം മഹാൻ കേൾക്കാനിടയായി. അഹല്ലല്ലാഹു ലക മാ ഹറമ അലാ ഗൈരിക, നിങ്ങൾക്ക് ഹറാമാക്കിയ, നിങ്ങളല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യങ്ങളെല്ലാം അല്ലാഹു തആല നിങ്ങൾക്ക് ഹലാലാക്കിയിട്ടുണ്ട്. നിങ്ങൾ വലിയ മർത്തബയിൽ എത്തിയവരാണ്. നിങ്ങൾക്ക് വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളിപ്പാത്രത്തിൽ നിറയെ വെള്ളവുമായി മഹാനവറുകളുടെ മുമ്പിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മഹാനവറുകൾ ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ട്. നേതാവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾക്ക് പോലും ഹറാമായ ഒരു കാര്യത്തെ ഹലാലാക്കിയിട്ടില്ല. ആ ഒരു സംഭവം എനിക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഹറാമായ കാര്യത്തെ ഹലാലാക്കുന്നതെന്ന് മഹാനവറുകൾ ചിന്തിച്ചിട്ടുണ്ട്. ഇത് ചിന്തിച്ചപ്പോൾ മഹാനവറുകൾക്ക് മനസ്സിലായി, ഇത് നല്ല ഭാഗത്ത് നിന്ന് വന്നതല്ല, ഇത് ശൈത്വാനിന്റെ ഭാഗത്തിൽ നിന്ന് വന്നതാണെന്ന് എന്ന് മനസ്സിലാക്കിയ മഹാനവറുകൾ ഉടനടി ഷെയ്ത്വാൻ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കല്ലെറിഞ്ഞ ആ ശൈത്വാനെ ഓടിക്കുന്നുണ്ട്. അതാണ് മുഹീദ്ദീൻ മാലയിൽ പറയുന്നത്, ഇബ്ലീസ് അവരെ ചതിപ്പാനായി വന്നേരെ ഇബ്ലീസെ ചാച്ചിക്കെടുത്തി അയച്ചവർ എന്ന് പറയുന്നത്. അഹദായ റബ്ബിന്റെ പാതയിൽ ചേർന്നിട്ട് ഇഖ്ലാസും ഈമാനും അതവോടെ കാത്തില്ലേ. അഹദായ റബ്ബിന്റെ പാതയിൽ ചേർന്നിട്ട് ഇഖ്ലാസും ഈമാനും അതവോടെ കാത്തില്ലേ. ഇബ്ലീസ് അന്ന് ചതിയിൽ ചേർക്കാൻ അന്നതു വഴി അതിലെത്തിയില്ലേ. വെള്ളിപ്പൂശിയ പാത്രത്തിൽ നിറവെള്ളം നേരെ നീട്ടില്ലേ. ഇബ്ലീസ് അന്ന് ചതിയിൽ ചേർക്കാൻ അന്നത് വഴി അതിലെത്തിയില്ലേ. വെള്ളിപ്പൂശിയ പാത്രത്തിൽ നിറവെള്ളം നേരെ നീട്ടില്ലേ. കണ്ടതിലുടനെ ചിന്ത കൊടുത്ത് കല്ലെറിഞ്ഞു ആട്ടിയില്ലേ. കണ്ടതിലുടനെ ചിന്ത കൊടുത്ത് കല്ലെറിഞ്ഞു ആട്ടിയില്ലേ. വിശ്രുതനായ സൂഫി പണ്ഡിതൻ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഈ സൂഫിയാക്കളുടെ വഴിയിലേക്ക് വരാൻ ഈ സൂഫി വഴിയിലേക്ക് പ്രവേശിക്കാൻ തന്നെ മഹാനവറുകൾക്കിടയിൽ പിറകിൽ വലിയൊരു ചരിത്രമുണ്ട്. മഹാനവറുകൾ ആരാണെന്ന് ചോദിച്ചാൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായിരുന്നു. മഹാനവറുകൾ സമ്പന്നതയുടെ മുൾമുനയിലെത്തിയ മഹാനവറുകൾ ഈ സൂഫിയാക്കളുടെ വഴിയിലേക്ക് എങ്ങനെയാണ് പ്രവേശിച്ചതെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനവറുകൾ ജീവിച്ചിരുന്ന കാലത്ത് വലിയ വരൾച്ചയും പട്ടിണിയും അതുപോലെ വെള്ളമില്ലാത്ത വെള്ളത്തിന്റെ ക്ഷാമം എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. മനുഷ്യരെന്ന നിലയ്ക്ക് വെള്ളമോ ഭക്ഷണമോ ഒന്നുമില്ലാതെ ഇരിക്കാൻ ഒരു നിലക്കും മനുഷ്യർക്ക് വളരെ പ്രയാസമായ ഒരു കാര്യമാണ്. ഖുർആനിൽ തന്നെ പറയുന്നുണ്ടല്ലോ,
പറയുന്നുണ്ടല്ലോ അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത്തരത്തിൽ അല്ലാഹു തആല മനുഷ്യനിക്ക് നൽകിയ ഏറ്റവും വലിയ കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് അവനക്ക് ഭക്ഷണം, വെള്ളം എന്നുള്ളത്. ആ വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ ദാരിദ്ര്യത്തിൻ്റെ മുൾമുനയിലെത്തിയ കാലത്താണ് മഹാനവറുകൾ ജീവിച്ചിരുന്നത്. ആ സമയത്ത് ആളുകളെല്ലാം ഭക്ഷണത്തിന് വേണ്ടിയും വെള്ളത്തിന് വേണ്ടിയും നെട്ടോട്ടം ഓടുന്ന സമയത്ത്, അവരെല്ലാം വിഷമത്തിൻ്റെ അങ്ങേയറ്റമെത്തി നെട്ടോട്ടം ഓടുന്ന സമയത്ത് ഒരു അടിമ ബാലൻ അങ്ങാടിയിലൂടെ കളിച്ച് ചിരിച്ച് നടക്കുന്നത് മഹാനവറുകൾ കാണാനിടയായി. മഹാനവറുകൾ ആ കുട്ടിയെ വിളിച്ച്, അടിമ ബാലനെ വിളിച്ച് ചോദിച്ചു, ഇവിടെ എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി, ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ നെട്ടോട്ടം ഓടുന്ന സമയമാണ്. അവരെല്ലാം വളരെയധികം വിഷമത്തിൽ ഭക്ഷണത്തിന് വേണ്ടി ഓടിക്കിടക്കുന്ന സമയമാണ്. ഈ സമയത്തും നിനക്കെങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ മഹാനവറുകൾ ആ അടിമ ബാലനോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ ബാലൻ മഹാനവറുകളെ നേരെ തിരിഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ എന്തിനു വിഷമിക്കണം? എൻ്റെ യജമാനക്ക് വലിയ പാടമുണ്ട്, വലിയ വയലുണ്ട്, അതിൽ ഒരുപാട് കൃഷിപരമായ ഭക്ഷണ സംസ്കൃത വസ്തുക്കൾ അതിലുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തിനു വിഷമിക്കണമെന്ന് പറഞ്ഞ് ആ കുട്ടി പറയുകയാണ്. അപ്പോൾ മഹാനവറുകൾ ചിന്തിച്ചു, എൻ്റെ ഈ അടിമയുടെ യജമാനൻ യഥാർത്ഥത്തിൽ അടിമയാണ്. അദ്ദേഹം ദരിദ്രനാണ്, ആവശ്യക്കാരനുമാണ്. അതുകൊണ്ട് എൻ്റെ ഈ ഷഖീഖുൽ ബർഖി എന്ന ഞാനാകുന്നത് എല്ലാ രാജാക്കന്മാരുടെയും രാജാവായ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് തൻ്റെ ഗുരുവായ ഇബ്രാഹിമുൻ അദ്ദേഹം തങ്ങളുടെ അടുക്കൽ പോയി ശിഷ്യത്വം വാങ്ങി വരുന്നുണ്ട്. ഈ ചരിത്രം മഹാനവറുകളുടെ സൂഫി വഴിയിലേക്ക് വരാൻ ഈ ചരിത്രം അതിന് പിറകിൽ നമുക്ക് കാരണമായി മഹാന്മാരൊക്കെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സമ്പന്നനായ ഷഖീഖുൽ ബൽഖി എന്ന് സർവ്വതും മൊഴിയാൽ റബ്ബിലടുത്തല്ലോ. സമ്പന്നനായ ഷഖീഖുൽ ബൽഖി എന്ന് സർവ്വതും മൊഴിയാൽ റബ്ബിലടുത്തല്ലോ. പട്ടിണി കാലത്തായെന്ന് ബാലൻ തന്നൊരു പാഠം മുറുകെ ചേർത്ത് നേരിൻ്റെ പാത തെളിഞ്ഞൊരു നേരം. പട്ടിണി കാലത്തായെന്ന് ബാലൻ തന്നൊരു പാഠം മുറുകെ ചേർത്ത് നേരിൻ്റെ പാത തെളിഞ്ഞൊരു നേരം. റബ്ബിൻ്റെ വിളിയാളം സമ്പന്നനായ ഷഖീഖുൽ ബൽഖി എന്ന് സർവ്വതും ഒഴിയാൽ റബ്ബിലടുത്തല്ലോ. സമ്പന്നനായ ഷഖീഖുൽ ബൽഖി എന്ന് സർവ്വതും ഒഴിയാൽ റബ്ബിലടുത്തല്ലോ. അതുപോലെ മഹാനവറുകളുടെ ജീവിതത്തിൽ മറ്റൊരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. മഹാനവറുകൾ തൻ്റെ ശിഷ്യനായ ഹാത്തിമുൽ അസമ്മിനോട് ഒരിക്കൽ ചോദിക്കുകയാണ്, 30 വർഷമായി നീ എൻ്റെ കൂടെ സഹവസിക്കുന്നുണ്ട്, എന്നിട്ട് നീ എന്നിൽ നിന്ന് എന്താണ് പഠിച്ചതെന്ന് മഹാനവറുകൾ ആ ശിഷ്യനായ ഹാത്തിമിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തൻ്റെ ഗുരുവായ ഷഖീഖുൽ ബർഖിയോട് പറയുന്നുണ്ട്, ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് 8 കാര്യങ്ങളെ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ മഹാനവറുകൾ ചോദിക്കുന്നുണ്ട്, എൻ്റെ കൂടെ നീണ്ട 30 വർഷം കഴിച്ചു കൂട്ടിയിട്ടും വെറും 8 കാര്യങ്ങൾ മാത്രമാണോ നീ എന്നിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കിയെടുത്തെന്ന് ചോദിക്കുമ്പോൾ ശിഷ്യനായ ആ കുട്ടി പറയുന്നുണ്ട്, അതെ ഗുരു, ഞാൻ സത്യമാണ് പറയുന്നത്. അപ്പോൾ മഹാൻ ചോദിക്കണ്ടേ, എങ്കിൽ ആ കാര്യങ്ങളെല്ലാം എൻ്റെ മുമ്പിൽ പറയുമെന്ന് ചോദിക്കുമ്പോൾ ആ ശിഷ്യനായ കുട്ടി അവിടെ മഹാനവറുകളുടെ മുമ്പിൽ ആ കാര്യങ്ങളെല്ലാം കെട്ടയച്ച് പറയുകയാണ്. ഒന്നാമത്തേത് പ്രണയം, രണ്ടാമത് ശരീരത്തോടുള്ള സമരം, മൂന്നാമത്തേത് എല്ലാം അള്ളാഹുവിൽ ഭദ്രമാണെന്ന് ബോധ്യം ഉണ്ടാവുക, നാലാമതായി ഭയഭക്തി, അഞ്ചാമത് വിധിയിൽ സംതൃപ്തി കണ്ടെത്തുക, ആറാമതായി പിശാചിൽ മാത്രം ശത്രുത വെക്കുക, ഏഴാമത് ഭക്ഷണം അള്ളാഹുവിൽ നിന്നാണെന്ന് ബോധ്യമുണ്ടാകുക, എട്ടാമത് തവക്കുൽ. ഈ 8 കാര്യങ്ങളാണ് ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്നും പഠിച്ച് മനസ്സിലാക്കിയെടുത്തെന്ന് പറഞ്ഞപ്പോൾ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇത് മതി ഒരു മനുഷ്യനെ വിജയിക്കാൻ. 2 ലോകങ്ങളുടെയും രത്നങ്ങളാണിത്. ഗുരു തൻ്റെ ശിഷ്യനെ നെഞ്ചോട് ചേർക്കുകയാണ്. ആ കവിളണകളിൽ അശ്രഗുണങ്ങൾ തുള്ളിത്തുളുമ്പി ഒഴുകി തുടങ്ങിയിരിക്കുന്നു. 30 വർഷം താണ്ടിയ ശിഷ്യന് ചോദിപ്പുകയായി, നാളിതുവരയിൽ കൂടിയതിൽ എന്ത് നേടി നീ? 30 വർഷം താണ്ടിയ ശിഷ്യൻ ചോദിപ്പുകയായി, നാളിതുവരയിൽ കൂടിയതിൽ എന്ത് നേടി നീ? ഉടനെ ഉരവിടുന്നു കാര്യം കൗതുകമായി, ഉടനെ മിഴികൾ തോർന്നിടുന്നേ
30 വർഷം താണ്ടിയ ശിഷ്യൽ ചോദിപ്പുകയായി, നാളിതുവരെയിൽ കൂടിയതിൽ എന്ത് നേടി നീ? 30 വർഷം താണ്ടിയ ശിഷ്യൽ ചോദിപ്പുകയായി, നാളിതുവരെയിൽ കൂടിയതിൽ എന്ത് നേടി നീ? ഇത്തരത്തിൽ പറഞ്ഞ ഒരുപാട് സൂഫിയാക്കളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരുപാട് കള്ളത്തൊരീക്കത്തുകൾ, നേരത്തെ പറഞ്ഞ പോലെ കള്ളത്തൊരീക്കത്തിൽപ്പെട്ട ഒരുപാട് സൂഫിയാക്കൾ, ഒരുപാട് കള്ള സൂഫികൾ, അവരെല്ലാം അവരുടെ ലക്ഷ്യം ഈ നമ്മുടെ ഇസ്ലാമിൻ്റെ നിയമങ്ങളെല്ലാം വളച്ചൊടിച്ചുകൊണ്ട് അവരുടേതായ യുക്തികൾക്ക് സമാനമാകുന്ന വിധത്തിലാണ് അവരെല്ലാം അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കള്ള സൂഫിയാക്കളിൽ നിന്ന് അല്ലാഹു തആല നമ്മെ രക്ഷിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അവതരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.